എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഗ്രി പ്രിലിംസ് എക്സാമിലെ ഒരു പ്രധാന വിഷയമായ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന വിഷയത്തിൽ നിന്നും PSC മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളുടെ ഒരു ഡിസ്കഷനാണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, കമ്പ്യൂട്ടറിൻ്റെ CPU-വിലെ താൽക്കാലിക ദ്രുതവേഗ സംഭരണ സ്ഥലം അറിയപ്പെടുന്നത്. കമ്പ്യൂട്ടറിൻ്റെ CPU-വിലെ താൽക്കാലിക ദ്രുതവേഗ സംഭരണ സ്ഥലം അറിയപ്പെടുന്നത് എന്തു പേരിലാണ്? ആൻസർ ഓപ്ഷൻ ബി, രജിസ്റ്റർ. CPU-വിൻ്റെ താൽക്കാലിക ദ്രുതവേഗ സംഭരണ സ്ഥലം രജിസ്റ്റർ എന്നാണ് അറിയപ്പെടുന്നത്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസ്? താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസ്? ആൻസർ ഓപ്ഷൻ എ, OMR. OMR ആണ് താഴെ പറയുന്നവയിൽ ഇൻപുട്ട് ഡിവൈസ്. അടുത്ത ചോദ്യം, ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡാറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വയർലെസ് ടോപ്പോളജി. ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡാറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വയർലെസ് ടോപ്പോളജി. ആൻസർ ഓപ്ഷൻ സി, NIC. NIC ആണ് ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ ഘടകം പരിഗണിക്കാതെ ഡാറ്റയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന വയർലെസ് ടോപ്പോളജി. ഒരു പ്രോഗ്രാം സമർപ്പിക്കുന്നതിനും അത് പൂർത്തിയാക്കുന്നതിനും CPU എടുക്കുന്ന സമയം. ഒരു പ്രോഗ്രാം സമർപ്പിക്കുന്നതിനും അത് പൂർത്തിയാക്കുന്നതിനും CPU എടുക്കുന്ന സമയത്തെ എന്തു പറയുന്നു? ആൻസർ ഓപ്ഷൻ ഡി, ടേൺ എറൗണ്ട് സമയം. ടേൺ എറൗണ്ട് സമയമാണ് ഒരു പ്രോഗ്രാം സമർപ്പിക്കുന്നതിനും അത് പൂർത്തിയാക്കുന്നതിനും CPU എടുക്കുന്ന സമയം. താഴെ പറയുന്നവയിൽ ഏത് HTML ടാഗാണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്? താഴെ പറയുന്നതിൽ ഏത് HTML ടാഗാണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി, സെലക്ട് ടാഗ്. സെലക്ട് ടാഗാണ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്നത്. ആക്സസ് സമയം ഡാഷിനെ സൂചിപ്പിക്കുന്നു. ആക്സസ് സമയം ഡാഷിനെ സൂചിപ്പിക്കുന്നു. ആൻസർ ഓപ്ഷൻ എ, സംഭരിച്ച ഡേറ്റ കണ്ടെത്തുന്നതിനും വീണ്ടെടുക്കുന്നതിനും വേണ്ട സമയം. താഴെ പറയുന്നവയിൽ ഏതാണ് മുൻകൂർ ചെയ്യാത്ത ഷെഡ്യൂളിങ്ങിൻ്റെ ഒരു ഉദാഹരണം? താഴെ പറയുന്നവയിൽ ഏതാണ് മുൻകൂർ ചെയ്യാത്ത ഷെഡ്യൂളിങ്ങിൻ്റെ ഒരു ഉദാഹരണം? ആൻസർ ഓപ്ഷൻ എ, ആദ്യം വരുന്നവർക്ക് ആദ്യം സേവനം നൽകുക. ആദ്യം വരുന്നവർക്ക് ആദ്യം സേവനം നൽകുക എന്നതാണ് താഴെ പറയുന്നവയിൽ മുൻകൂർ ചെയ്യാത്ത ഷെഡ്യൂളിങ്ങിൻ്റെ ഒരു ഉദാഹരണം. ഉപകരണങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാത്തതും ഹബ്ബ് ഒരു കേന്ദ്ര കൺട്രോളായി പ്രവർത്തിക്കുന്നതുമായ നെറ്റ്വർക്ക് ടോപ്പോളജി. ഉപകരണങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാത്തതും ഹബ്ബ് ഒരു കേന്ദ്ര കൺട്രോളായി പ്രവർത്തിക്കുന്നതുമായ നെറ്റ്വർക്ക് ടോപ്പോളജിയാണ്. ആൻസർ ഓപ്ഷൻ ബി, സ്റ്റാർ. സ്റ്റാർ ആണ് ഉപകരണങ്ങൾ പരസ്പരം ബന്ധിക്കാത്തതും ഹബ്ബ് ഒരു കേന്ദ്ര കൺട്രോളായി പ്രവർത്തിക്കുന്നതുമായ നെറ്റ്വർക്ക് ടോപ്പോളജി. റോമൻ നമ്പർ സിസ്റ്റം എന്നത്? റോമൻ നമ്പർ സിസ്റ്റം എന്നത് ആൻസർ ഓപ്ഷൻ ബി, സ്ഥാനപരമല്ലാത്ത നമ്പർ സിസ്റ്റമാണ്. സ്ഥാനപരമല്ലാത്ത നമ്പർ സിസ്റ്റമാണ് റോമൻ നമ്പർ സിസ്റ്റം എന്നത്. ഫ്ലോ ചാർട്ട് ഒരു തരം ഡാഷാണ്. ഫ്ലോ ചാർട്ട് ഒരു തരം ഡാഷാണ്. ആൻസർ ഓപ്ഷൻ ബി, ദ്വിമാന ഗ്രാഫിക്സ്. ഫ്ലോ ചാർട്ട് എന്നത് ദ്വിമാന ഗ്രാഫിക്സ് ആണ്. താഴെ പറയുന്നവയിൽ സ്പ്രെഡ്ഷീറ്റ് അല്ലാത്തവ ഏതാണ്? താഴെ പറയുന്നവയിൽ സ്പ്രെഡ്ഷീറ്റ് അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, മുകളിൽ പറയുന്നവ ഒന്നും അല്ല. മുകളിൽ പറയുന്നവയൊന്നും സ്പ്രെഡ്ഷീറ്റ് അല്ലാത്തവയാണ്. ഹാർഡ് ഡിസ്ക് എന്ന സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്. ഹാർഡ് ഡിസ്ക് എന്ന സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്. ആൻസർ ഓപ്ഷൻ എ, മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ്. ഹാർഡ് ഡിസ്ക് എന്ന സെക്കൻഡറി സ്റ്റോറേജ് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ്. താഴെ പറയുന്നവയിൽ ഏത് പ്ലാറ്റ്ഫോമാണ് വീഡിയോ കോൺഫറൻസിന് ഉപയോഗിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏത് പ്ലാറ്റ്ഫോമാണ് വീഡിയോ കോൺഫറൻസിന് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി, 1, 2, 3 മാത്രം. 1 മൈക്രോസോഫ്റ്റ് ടീംസ്,
2 ഗൂഗിൾ മീറ്റ്, 3 സൂം. അപ്പോൾ ഏതൊക്കെയാണ്? മൈക്രോസോഫ്റ്റ് ടീംസ്, ഗൂഗിൾ മീറ്റ്, സൂം എന്നിവയാണ് വീഡിയോ കോൺഫറൻസിന് ഉപയോഗിക്കുന്നത്. ഓൺലൈൻ ഹരാസ്മെൻറ്റ് ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഓൺലൈൻ ഹരാസ്മെൻറ്റ് ഏത് വിഭാഗത്തിൽ പെടുന്നു? ആൻസർ ഓപ്ഷൻ സി, സൈബർ ബുള്ളിംഗ്. ഓൺലൈൻ ഹരാസ്മെൻറ്റ് സൈബർ ബുള്ളിംഗ് വിഭാഗത്തിൽ പെടുന്നു. ലാൻ, വാൻ എന്നിവയെ സംബന്ധിച്ച് ശരിയായത് ഏതെല്ലാമാണ്? ലാൻ, വാൻ എന്നിവയെ സംബന്ധിച്ച് ശരിയായത് ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ എ, 1ഉം 2ഉം മാത്രം. 1 വാൻ ലാനിനേക്കാൾ കൂടുതൽ പ്രദേശം ഉൾക്കൊള്ളുന്നു. വാൻ ലാനിനേക്കാൾ കൂടുതൽ പ്രദേശം ഉൾക്കൊള്ളുന്നു. 2 ലാനിന് വാനിനേക്കാൾ വേഗതയുണ്ട്. ലാനിന് വാനിനേക്കാൾ വേഗതയുണ്ട്. CPU-വിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും വേഗതയേറിയതുമായ മെമ്മറി ഘടകം ഏതാണ്? CPU-വിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും വേഗതയേറിയതുമായ മെമ്മറി ഘടകം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, കാഷ് മെമ്മറി. കാഷ് മെമ്മറിയാണ് CPU-വിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും വേഗതയേറിയതുമായ മെമ്മറി ഘടകം. താഴെ കൊടുത്തവയിൽ ഏതാണ് ഒരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? താഴെ കൊടുത്തവയിൽ ഏതാണ് ഒരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ആൻസർ ഓപ്ഷൻ ബി, ലിനക്സ്. ലിനക്സ് ആണ് താഴെ കൊടുത്തവയിൽ ഒരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഉയർന്ന ബാൻഡ് വിഡ്ത്ത് ആവശ്യമായ ദീർഘദൂര വാർത്താവിനിമയത്തിനും നെറ്റ്വർക്കിംഗ് ആവശ്യങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ട്രാൻസ്മിഷൻ മീഡിയം ഏതാണ്? ഉയർന്ന ബാൻഡ് വിഡ്ത്ത് ആവശ്യമായ ദീർഘദൂര വാർത്താവിനിമയത്തിനും നെറ്റ്വർക്ക് ആവശ്യങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ട്രാൻസ്മിഷൻ മീഡിയം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഒപ്റ്റിക്കൽ ഫൈബർ. ഒപ്റ്റിക്കൽ ഫൈബറാണ് ഉയർന്ന ബാൻഡ് വിഡ്ത്തിനാവശ്യമായ ദീർഘദൂര വാർത്താവിനിമയത്തിനും നെറ്റ്വർക്കിംഗ് ആവശ്യങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ട്രാൻസ്മിഷൻ മീഡിയം. വേൾഡ് വൈഡ് വെബിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണ്? വേൾഡ് വൈഡ് വെബിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണ്? ആൻസർ ഓപ്ഷൻ എ, ഹൈപ്പർ ടെക്സ്റ്റ് അടിസ്ഥാനമാക്കിയുള്ള ഡോക്യുമെൻറ്റുകൾ കൈകാര്യം ചെയ്യൽ. ഹൈപ്പർ ടെക്സ്റ്റ് അടിസ്ഥാനമാക്കിയുള്ള ഡോക്യുമെൻറ്റുകൾ കൈകാര്യം ചെയ്യലാണ് WWWൻ്റെ പ്രധാന ഉദ്ദേശം. അശ്ലീല ഉള്ളടക്കം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയോ സംപ്രേഷണം ചെയ്യുകയോ ചെയ്യുന്നതിന് ശിക്ഷ നൽകുന്നത് IT ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? അശ്ലീല ഉള്ളടക്കം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതോ സംപ്രേഷണം ചെയ്യുകയോ ചെയ്യുന്നതിന് ശിക്ഷ നൽകുന്നത് IT ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? ആൻസർ ഓപ്ഷൻ സി, വകുപ്പ് 67. വകുപ്പ് 67 പ്രകാരമാണ് അശ്ലീല ഉള്ളടക്കം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയോ സംപ്രേഷണം ചെയ്യുകയോ ചെയ്യുന്നതിന് ശിക്ഷ നൽകുന്ന IT ആക്ടിലെ വകുപ്പ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം? താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം? ആൻസർ ഓപ്ഷൻ ഡി, സ്കാനർ. സ്കാനറാണ് താഴെ പറയുന്നവയിൽ ഇൻപുട്ട് ഉപകരണം. ഡാഷ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഡാഷ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ആൻസർ ഓപ്ഷൻ എ, വേഡ് പ്രോസസ്സർ. വേഡ് പ്രോസസ്സർ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയെ ഡാഷ് എന്ന് വിളിക്കുന്നു. ആൻസർ ഓപ്ഷൻ സി, വാൻ. ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയെ വാൻ എന്ന് വിളിക്കുന്നു. ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആൻസർ ഓപ്ഷൻ ബി, ബ്രൗസർ. ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറാണ് ബ്രൗസർ. IT ആക്ട് നിലവിൽ വന്ന വർഷം. IT ആക്ട് നിലവിൽ വന്ന വർഷം. ആൻസർ ഓപ്ഷൻ ഡി, 2000. 2000-ലാണ് IT ആക്ട് നിലവിൽ വന്ന വർഷം. താഴെ പറയുന്നവ പൊരുത്തപ്പെടുത്തുക. താഴെ പറയുന്നവ പൊരുത്തപ്പെടുക. ആൻസർ ഓപ്ഷൻ ഡി, 1D, 2C, 3B, 4A. 1 ഹബ്ബ്, നിരവധി കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് ബന്ധിപ്പിക്കുക. 2 റൂട്ടർ,
2 വ്യത്യസ്ത നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുക. 3 റിപ്പീറ്റർ, നെറ്റ്വർക്കിൽ കൈമാറ്റം ചെയ്യുന്ന സിഗ്നലിനെ വർദ്ധിപ്പിക്കുന്നു. 4 ഗേറ്റ്വേ, വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും. കമ്പ്യൂട്ടറിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് വേഗത്തിലുള്ള പ്രോസസ്സിങ്ങിനായി പതിവായി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡാറ്റയും താൽക്കാലികമായി സംഭരിക്കുന്ന സപ്ലിമെൻ്റൽ മെമ്മറി സിസ്റ്റം. കമ്പ്യൂട്ടറിൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് വേഗത്തിലുള്ള പ്രോസസ്സിങ്ങിനായി പതിവായി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡാറ്റകളും താൽക്കാലികമായി സംഭരിക്കുന്ന സപ്ലിമെൻ്റൽ മെമ്മറി സിസ്റ്റം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ക്യാഷെ മെമ്മറി. ക്യാഷെ മെമ്മറിയാണ് കമ്പ്യൂട്ടറിൻ്റെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് വേഗത്തിലുള്ള പ്രോസസ്സിങ്ങിനായി പതിവായി ഉപയോഗിക്കുന്ന നിർദ്ദേശങ്ങളും ഡാറ്റകളും താൽക്കാലികമായി സംഭരിക്കുന്ന സപ്ലിമെൻ്റൽ മെമ്മറി സിസ്റ്റം. ആക്രമണകാരികൾ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ക്ഷുദ്രകരമായ ലിങ്ക് അയക്കുകയും ഇരകളിൽ നിന്ന് കാർഡ് നമ്പറുകൾ, ഉപയോക്തൃനാമങ്ങൾ, പാസ്വേഡുകൾ മുതലായവ പോലുള്ളവ സെൻസിറ്റീവ് ഡാറ്റ എക്സ്ട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിപുലമായ ഫിഷ് സാങ്കേതികതയെ എന്തു പറയുന്നു? ആക്രമണകാരികൾ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ക്ലോൺ ഉണ്ടാക്കുകയും ഇരയ്ക്ക് ക്ഷുദ്രകരമായ ലിങ്ക് അയക്കുകയും ഇരകളിൽ നിന്ന് കാർഡ് നമ്പറുകൾ, ഉപയോക്തൃനാമങ്ങൾ, പാസ്വേഡുകൾ മുതലായവ പോലുള്ളവ സെൻസിറ്റീവ് ഡാറ്റ എക്സ്ട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വിപുലമായ ഫിഷിംഗ് സാങ്കേതികതയാണ്. ആൻസർ ഓപ്ഷൻ സി, വെബ് ജാക്കിംഗ്. സ്വതന്ത്രമായി ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിനെ ഡാഷ് എന്ന് പറയുന്നു. സ്വതന്ത്രമായി ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിനെ ഡാഷ് എന്ന് പറയുന്നു. ആൻസർ ഓപ്ഷൻ ഡി, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. സ്വതന്ത്രമായി ആക്സസ് ചെയ്യാനും പരിഷ്കരിക്കാനുമുള്ള ഒരു സോഫ്റ്റ്വെയറിനെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നു. ലാറി പേജും സെർജി ബ്രിന്നും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എഞ്ചിനുകളിൽ ഒന്ന്. ലാറി പേജും സെർജി ബ്രിന്നും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എഞ്ചിനുകളിൽ ഒന്ന്. ആൻസർ ഓപ്ഷൻ ബി, ഗൂഗിൾ. ഗൂഗിളാണ് ലാറി പേജും സെർജി ബ്രിന്നും ചേർന്ന് സ്ഥാപിച്ച ഏറ്റവും ജനപ്രിയമായ സെർച്ച് എഞ്ചിനുകളിൽ ഒന്ന്. കമ്പ്യൂട്ടറിൽ ബൂട്ടപ്പ് പ്രോഗ്രാം ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി. കമ്പ്യൂട്ടറിൽ ബൂട്ട് അപ്പ് പ്രോഗ്രാം ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, റീഡ് ഓൺലി മെമ്മറി. റോമാണ് കമ്പ്യൂട്ടറിൽ ബൂട്ടപ്പ് പ്രോഗ്രാം ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി. ഒരു ഹൈ ലെവൽ ഭാഷാ പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയിലേക്ക് വരിവരിയായി പരിവർത്തനം ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ പേര്. ഒരു ഹൈ ലെവൽ ഭാഷാ പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയിലേക്ക് വരിവരിയായി പരിവർത്തനം ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ സി, ഇൻ്റർപ്രറ്റർ. ഇൻ്റർപ്രറ്ററാണ് ഒരു ഹൈ ലെവൽ ഭാഷാ പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയിലേക്ക് വരിവരിയായി പരിവർത്തനം ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ. നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള 4-അക്ക ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള 4-അക്ക ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, 1930. 1930 നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള 4-അക്ക ഹെൽപ്പ് ലൈൻ നമ്പർ. ICANN എന്നത് എന്താണ്? ICANN എന്താണ് സൂചിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, ഇൻ്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നോംസ് ആൻഡ് നമ്പേഴ്സ്. ഇൻ്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നോംസ് ആൻഡ് നമ്പേഴ്സാണ് ICANN കൊണ്ട് സൂചിപ്പിക്കുന്നത്. ജനപ്രിയ ഓൺലൈൻ ചാറ്റ് പ്ലാറ്റ്ഫോമുകളിലൊന്നായ ഒമേഗലിൻ്റെ പ്രവർത്തനം 2023 നവംബർ 8 അടച്ചുപൂട്ടി. ഒമേഗലിൻ്റെ സ്ഥാപകൻ ആരാണ്? ജനപ്രിയ ഓൺലൈൻ ചാറ്റ് പ്ലാറ്റ്ഫോമുകളിലൊന്നായ ഒമേഗലിൻ്റെ പ്രവർത്തനം 2023 നവംബർ 8 അടച്ചുപൂട്ടി. ഒമേഗലിൻ്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, ലീഫ് കെ ബ്രൂക്സ്. ലീഫ് കെ ബ്രൂക്സ് ആണ് ഒമേഗലിൻ്റെ സ്ഥാപകൻ. താഴെ പറയുന്നവയിൽ ഏത് സിസ്റ്റം സോഫ്റ്റ്വെയറാണ് ഡാറ്റ ഒബ്ജക്റ്റ് കോഡായിട്ട് സംഭരിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏത് സിസ്റ്റം സോഫ്റ്റ്വെയറാണ് ഡാറ്റ ഒബ്ജക്റ്റ് കോഡ് ആയിട്ട് സംഭരിക്കുന്നത്?
ആൻസർ ഓപ്ഷൻ ബി കമ്പൈലറാണ് ഡാറ്റ ഒബ്ജക്റ്റ് കോഡ് ആയിട്ട് സംഭരിക്കുന്നത്. താഴെ പറയുന്ന ഉപകരണങ്ങളിൽ ഏതൊക്കെയാണ് ഇൻ്റലിജൻ്റ് ആയിട്ട് കണക്കാക്കുന്നത്? താഴെ പറയുന്ന ഉപകരണങ്ങളിൽ ഏതൊക്കെയാണ് ഇൻ്റലിജൻ്റ് ആയിട്ട് കണക്കാക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ഒന്ന് മാത്രം. റൂട്ടർ. താഴെ പറയുന്ന ഉപകരണങ്ങളിൽ റൂട്ടറാണ് ഇൻ്റലിജൻ്റ് ആയിട്ട് കണക്കാക്കുന്നത്. ടോപ്പ് 500 റാങ്കിംഗ് പ്രകാരം നിലവിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ടോപ്പ് 500 റാങ്കിംഗ് പ്രകാരം നിലവിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഫ്രോണ്ടിയർ HPE ക്രേ EX235A. ഫ്രോണ്ടിയർ HPE ക്രേ EX235A ആണ് ടോപ്പ് 500 റാങ്കിംഗ് പ്രകാരം നിലവിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ. മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ നൽകുന്ന സെർച്ച് എഞ്ചിൻ ഏതാണ്? മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ നൽകുന്ന സെർച്ച് എഞ്ചിൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ബിങ് ആണ് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ നൽകുന്ന സെർച്ച് എഞ്ചിൻ. മെമ്മറിയുമായി ബന്ധപ്പെട്ട SSDയുടെ പൂർണ്ണ രൂപം. മെമ്മറിയുമായി ബന്ധപ്പെട്ട SSDയുടെ പൂർണ്ണ രൂപം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് ആണ് SSDയുടെ പൂർണ്ണ രൂപം. വിവരങ്ങൾ സൂക്ഷിക്കുന്ന കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗതയേറിയ മെമ്മറി താഴെ പറയുന്നവയിൽ ഏതാണ്? വിവരങ്ങൾ സൂക്ഷിക്കുന്ന കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗതയേറിയ മെമ്മറി താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ക്യാഷെയാണ് വിവരങ്ങൾ സൂക്ഷിക്കുന്ന കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗതയേറിയ മെമ്മറി. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സേവനങ്ങൾ ആക്സസ് ചെയ്യുന്നതിനുള്ള ഇൻ്റർഫേസ് നൽകുന്നത് ഏതാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സേവനങ്ങൾ ആക്സസ് ചെയ്യുന്നതിനുള്ള ഇൻ്റർഫേസ് നൽകുന്നത്. ആൻസർ ഓപ്ഷൻ ഡി സിസ്റ്റം കോളുകളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സേവനങ്ങൾ ആക്സസ് ചെയ്യുന്നതിനുള്ള ഇൻ്റർഫേസ് നൽകുന്നത്. IPv4 അഡ്രസ് ഒരു ഡാഷ് ബിറ്റ് അഡ്രസ്സാണ്. IPv4 അഡ്രസ്സ് ഒരു ഡാഷ് ബിറ്റ് അഡ്രസ്സാണ്. ആൻസർ ഓപ്ഷൻ ബി 32. IPv4 അഡ്രസ്സ് ഒരു 32 ബിറ്റ് അഡ്രസ് ആണ്. ഒരു കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റിലെ മറ്റ് കമ്പ്യൂട്ടറുകളുമായി ആശയവിനിമയം നടത്തുന്നത് ഡാഷ് ഉപയോഗിച്ചാണ്. ഒരു കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റിലെ മറ്റ് കമ്പ്യൂട്ടറുകളുമായി ആശയവിനിമയം നടത്തുന്നത് ഡാഷ് ഉപയോഗിച്ചാണ്. ആൻസർ ഓപ്ഷൻ ബി TCP/IP ആണ് ഒരു കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റിലെ മറ്റ് കമ്പ്യൂട്ടറുകളുമായി ആശയവിനിമയം നടത്തുന്നത്. ഇലക്ട്രോണിക് രേഖകളുടെ നിയമപരമായ അംഗീകാരം 2000-ലെ IT ആക്ടിൻ്റെ ഏത് വിഭാഗമാണ് കൈകാര്യം ചെയ്യുന്നത്? ഇലക്ട്രോണിക് രേഖകളുടെ നിയമപരമായ അംഗീകാരം 2000-ലെ IT ആക്ടിൻ്റെ ഏത് വിഭാഗമാണ് കൈകാര്യം ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ സെക്ഷൻ 4. ഇലക്ട്രോണിക് രേഖകളുടെ നിയമപരമായ അംഗീകാരം 2000-ലെ IT ആക്ട് സെക്ഷൻ 4 ആണ് കൈകാര്യം ചെയ്യുന്നത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ആൻസർ ഓപ്ഷൻ എ ഒന്ന് മാത്രം. സ്വിച്ച് ഫിസിക്കൽ ലെയറിൽ പ്രവർത്തിക്കുമ്പോൾ ഹബ്ബ് ഡാറ്റ ലിങ്ക് ലെയറിൽ പ്രവർത്തിക്കുന്നു. സ്വിച്ച് ഫിസിക്കൽ ലെയറിൽ പ്രവർത്തിക്കുമ്പോൾ ഹബ്ബ് ഡാറ്റ ലിങ്ക് ലെയറിൽ പ്രവർത്തിക്കുന്നു. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ആൻസർ ഓപ്ഷൻ ബി 1ഉം 2ഉം. 1. ഡിജിറ്റൈസർ ഒരു ഇൻപുട്ട് ഉപകരണമാണ്. ഡിജിറ്റൈസർ ഒരു ഇൻപുട്ട് ഉപകരണമാണ്. 2. പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്. പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്. താഴെ പറയുന്നവയിൽ വെർച്വൽ മെമ്മറിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ വെർച്വൽ മെമ്മറിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി സ്പൂളിംഗ് ആണ് താഴെ പറയുന്നവയിൽ വെർച്വൽ മെമ്മറിയുമായി ബന്ധമില്ലാത്തത്. റാൻസംവെയറിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? റാൻസംവെയറിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി?
ആൻസർ ഓപ്ഷൻ ഡി ഇവയൊന്നും ശരിയല്ല. ഉബുണ്ടു 20.04 LTS ഡാഷ് എന്നാണ് അറിയപ്പെടുന്നത്. ഉബുണ്ടു 20.04 LTS ഡാഷ് എന്നാണ് അറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ സി ഫോക്കൽ ഫോസ. ഉബുണ്ടു 20.04 LTS എന്നത് ഫോക്കൽ ഫോസ എന്നാണ് അറിയപ്പെടുന്നത്.